നമസ്കാരം. സോ ഇന്ന് മുഹൂർത്ത് ട്രേഡിംഗ് കഴിഞ്ഞു. ഇപ്പോൾ 21 ഒക്ടോബർ 3:26 സമയം. ഓക്കെ. സോ ഇന്നലത്തെ ദീപാവലി ട്രേഡിംഗ് ഡേ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ആക്ച്വലി ഒരു വലിയൊരു ബ്രേക്ക് ഔട്ട് ആഫ്റ്റർ HDFCയും റിലയൻസിൻ്റെ റിസൾട്ട് കാരണം. സോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു പ്രിഡിക്ഷൻ പറയാനാണ്. സോ ഓവർ ദ കോഴ്സ് ഓഫ് ലാസ്റ്റ് 6 months സർക്കാർ ഒന്ന് ഇൻകം ടാക്സ് ഇല്ലാതാക്കി. ഓൾമോസ്റ്റ് ലൈക്ക് 12 lakhs താഴേക്ക് ഇൻകം ടാക്സ് ഇല്ല. അതേപോലെ തന്നെ GST റിഡക്ഷൻ. പിന്നെ സെൻട്രൽ ബാങ്ക്, അതായത് റിസർവ് ബാങ്കിൻ്റെ മോണിറ്ററി ഈസിങ് വന്നു കഴിഞ്ഞ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അതായത് ഒരു പ്രോ ഗ്രോത്ത് മോണിറ്ററി പോളിസിയാണ് ആദ്യമായിട്ട് RBIയും സർക്കാർ ഒരുമിച്ചെടുക്കുന്ന ഒരു സമയം വന്നിരിക്കുന്ന ഹിസ്റ്ററിയിൽ. ഇനി വേറെ പല ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സും ഉണ്ട്. സോ ഇനിയും കോർപ്പറേറ്റ് ഏണിങ്സും ബെറ്റർ ആയ സ്ഥിതിക്ക് വാട്ട് വി ക്യാൻ സീ ഇസ് നിഫ്റ്റി ഇത്രയും കഴിഞ്ഞൊരു 15 മാസമായിട്ട് ഓൾമോസ്റ്റ് ലൈക്ക് സ്റ്റാഗ്നേറ്റഡ് ആണ്. സോ ലൈക്ക് ഫ്ലാറ്റ് ആണെന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ടൈം കറക്ഷൻ അതിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലൈക്ക് ഒരു -12% റിട്ടേൺസ്. ടൈം കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ ഞാൻ വേറെ ഏതെങ്കിലും അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് റിട്ടേൺസ് കിട്ടുമായിരുന്നു. സോ ഈ 12% എന്ന് പറയുന്നത് നിഫ്റ്റി നോർമലി എനിക്ക് 12% തരുമെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. സോ ഈ 1 year -12% ടൈം കറക്ഷൻ. സോ നിഫ്റ്റി ഓൺ എ ടൈം കറക്ഷൻ പ്ലസ് നോർമൽ റിട്ടേൺസിൻ്റെ ബേസിൽ നെഗറ്റീവ് റേഞ്ചിൽ തന്നെയാണ്. സോ ഈ ഒരു ഫാക്ടേഴ്സ് ഒരുമിച്ച് വന്നതോടെ ഓൾമോസ്റ്റ് ലൈക്ക് 30K നിഫ്റ്റി എത്താൻ ചാൻസ് ഉണ്ട് ഇൻ ദ നെക്സ്റ്റ് 6 or 7 months. അതാണ് പറഞ്ഞു വരുന്നത്. സോ ആ ഒരു നിഫ്റ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് കിട്ടാത്തൊരു കാലഘട്ടം പോകാൻ തുടങ്ങുകയാണ്. ഇനി നമ്മൾ അഗെയിൻ ബാക്ക് ടു എ ബുൾ മാർക്കറ്റ്. നോട്ട് സോ മച്ച് ഓഫ് എ ബുള്ളിഷ് ട്രെൻഡ്, ബട്ട് ഈ 2021 24 വരെ ഉള്ളതല്ല, പക്ഷേ ഇറ്റ്സ് ഗോയിങ് ടു ബി ബുള്ളിഷ്. സോ മൈ പ്രഡിക്ഷൻ, ഇറ്റ്സ് ഓൺലി മൈ പ്രഡിക്ഷൻ, ഡോണ്ട് ഇൻവെസ്റ്റ് based on that, but in the next 6-7 months Nifty might go to 30K. Thanks.